ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 539 രൂപയെങ്ങാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട്. ആ ഒരു പ്രൈസിന് വെർത്താണ്, മസ്റ്റ് ട്രൈ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാൻസ് വ്ലോഗ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മീഷോ എന്നുള്ള കുറച്ച് കുർത്തി സെറ്റ്സും അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സസും, അതായത് ഒരു കാഫ് ലെങ്ത്തിലൊക്കെ വരുന്ന നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരുന്നതിൽ എനിക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട്, നല്ല ക്വാളിറ്റിയിൽ, ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ക്വാളിറ്റിയിൽ വന്നതുകൊണ്ട്, അതേപോലെ തന്നെ എനിക്ക് അത്ര പ്രതീക്ഷിച്ചത്ര കിട്ടാത്ത വലിയ അടിപൊളി അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് വന്നിട്ട് ഒരു ഒലിവ് ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ, അതേപോലെ തന്നെ നേവി ബ്ലൂ, സ്കൈ ബ്ലൂ, ഇതിൻ്റെ ഒക്കെ ഒരു മിക്സിങ്, ആ ഒരു ഷെയ്ഡിലാണ്, ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഞാൻ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം, ഞാൻ എന്താ പറയുക ഇട്ടിട്ടുള്ള ഒരു സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്, ജസ്റ്റ് സെൻട്രലായിട്ട് ഒരു വി കട്ടിങ്, ഫീഡിങ് ഫ്രണ്ട്ലി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഷോ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് ബോൾ പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്, ഇങ്ങനെ ഫോൾഡ് ചെയ്ത പോലെയുള്ള ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. ഫോൾഡിൻ്റെ ഈ ഒരു ഭാഗത്തെ പീസ് വന്നിട്ട് നമ്മളെ ഈ ഒരു പാൻറ്റിൻ്റെ പീസും സെയിം അങ്ങനെ ആ ഒരു മെറ്റീരിയൽ, ആ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ സെയിം ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ്, നല്ല വർത്ത് ആയിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഞാനിവിടെ കാണിക്കുന്ന ഡ്രസ്സസ് എല്ലാം തന്നെ വന്നിട്ട് 599 താഴെയാണ് എല്ലാത്തിൻ്റെയും, 550 താഴെയാണെന്ന് തോന്നുന്നു എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത്. സോ ഏകദേശം ആ ഒരു പ്രൈസിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ഓക്കെ, പാൻറ് ഞാൻ പറഞ്ഞുതരാം. പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്, ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ട് വന്നിട്ട് നല്ല മെറ്റീരിയൽ കേട്ടോ. പോക്കറ്റ് വരുന്നില്ല, എലാസ്റ്റിക് ടൈപ്പിൽ ഫുൾ സ്ട്രൈപ്ഡ് ആയിട്ട് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. സോ എനിവേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിനൊരു ഒലിവ് ഗ്രീൻ ഒരു ഫാബിൻ്റെ ഷോളൊക്കെ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഉള്ള ഷോൾ വെച്ചിട്ട് ഞാൻ സൈഡിൽ കൊടുത്ത പോലെ ഞാനൊരു ഐവറി വൈറ്റ് ആ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെയും നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് എനിക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു സെറ്റാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ഈ ഒരു സെറ്റ് ഫുൾ മൾട്ടി കളേർഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ, ആ ഒരു ഗ്രേ, സ്കൈ ബ്ലൂ, പിങ്ക്, ഓറഞ്ച്, ഈ ഒരു മിക്സിങ്ങിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കളർ ഇളകുക, നരക്കി ചുരുങ്ങി പോകുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം, വീഡിയോയിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ത്രെഡ് വിത്ത് ഒരു മിറർ വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു ആലിയക്കട്ട് പോലെ അങ്ങനെയാണ്, ആ ഒരു കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. എൻഡിൽ ആ ഒരു സെയിം ആ ഒരു ത്രെഡ് വിത്ത് ആ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കയർ എനിക്ക് തീരെ ഇഷ്ടമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ കാഷ്വലായിട്ട് വെയർ ചെയ്യാനാണെങ്കിൽ ഇതില്ലാതെ ആയിരിക്കും ഡ്രസ്സും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഉള്ളിലേക്ക് ആക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഇത് തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ ചെയ്യുക, ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുക. ഓക്കെ, വലുതായിട്ട് അറിയാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 539 രൂപയെങ്ങാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട്. ആ ഒരു പ്രൈസിന് വെർത്താണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഇങ്ങനെ ഫുൾ പ്ലേറ്റഡ് ഒക്കെ ആയിട്ട് വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ആ ഒരു സെയിം പ്രിൻറ്റിൽ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിഗരറ്റ് ഫിറ്റിങ്ങിൽ വരുന്ന ഒരു പാൻറ്റാണ്. പാൻറ്റിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഇനി ഭയങ്കര ഇഷ്ടമായിട്ടോ, വിത്ത് ആ ഒരു സൈഡ് ഓപ്പണൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. സോ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞിടാം. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മളെ അടുത്തത്. ജസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒരു പേടിയില്ലാതെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സെറ്റ് കാണിച്ചു തരാം.
ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒരു കാഫ് ലെങ്ത്, ഏകദേശം ഒരു, ഞാൻ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം, കാഫ് ലെങ്ത്തിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ്, ഇതിന് ഏത് ഷെയ്ഡാണ് പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു സംഭവം. നമ്മൾ പിക്ചറിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോർമൽ ഇങ്ങനെ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫ് വൈറ്റ് സിഗരറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ബട്ടൺസ് ആണ് കേട്ടോ. ഇവിടെ ബട്ടൺസ് വന്നിട്ടുണ്ട്, ഒരു വുഡൻ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റഡ് ആയിട്ട്, ഈ ഫ്രണ്ടിൽ ഈ ഒരു സെൻട്രലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് സൈഡ് ഓപ്പൺ ഒന്നും വരുന്നില്ല, ഒരു ആലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ടോപ്പ്, അടുത്ത ഒരു സെറ്റല്ല, സോറി, ആ ഒരു ടോപ്പ് വന്നിട്ട് ഇതാണ്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഈ 3/4 സ്ലീവാണ്. സ്ലീവിന് ഫോൾഡിങ് ഡിസൈൻ ഒന്നുമില്ല, ജസ്റ്റ് നോർമലായിട്ടുള്ളൊരു 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എഗെയിൻ XL എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കറക്റ്റ് നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് ഏതാണോ അത് ചൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈസും ഹൈറ്റും വെയിറ്റും പറഞ്ഞല്ലോ. ഹൈറ്റ് വന്നിട്ട് 158 ആണ്. പിന്നെ വെയിറ്റ് വന്നിട്ട് 62 ആണ് കേട്ടോ. ഞാൻ ഈ അടുത്ത് പോയപ്പോൾ നോക്കി 63 ആയിരുന്നു ഇതുവരെ പറഞ്ഞത്, ഇപ്പോൾ 62 ആയിട്ടുണ്ടോ, ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഇതിങ്ങനെ വെച്ചിട്ടുള്ള ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് ഇങ്ങനെ നല്ല നീറ്റിൽ നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം വന്നിട്ട് പറഞ്ഞോ വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഫീഡിങ് ഫ്രണ്ട്ലി ഒന്നല്ല, ബട്ടൺസ് ജസ്റ്റ് ഒരു ഷോ ബട്ടൺ ആയിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ബട്ടൺ. പിന്നെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് തന്നെ എഗെയിൻ പറയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു നെക്കിൻ്റെ ഒരു സെയിം എംബ്രോയ്ഡറി വർക്കാണ് സ്ലീവിൻ്റെ എൻഡിലും വന്നിട്ടുള്ളത്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്, രണ്ട് ഭാഗത്തും സ്ലിറ്റ്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, നല്ലൊരു സെറ്റ്. ഇതിൽ നമുക്ക് ബ്ലാക്കിന് നമ്മൾ പല ഷെയ്ഡ്സ് നമുക്ക് ഹിജാബ്സ് ഇടാമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിലും ഷെയ്ഡ് ചൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് കേട്ടോ. ഒരു ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ നല്ലൊരു ബ്ലാക്ക് കേട്ടോ, ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ ഓർ റയോൺ ആണോ വരുന്നുണ്ട്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ഷെയ്ഡ്, ആ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഏത് ഷെയ്ഡിൽ വരുന്ന ഹിജാബ്സും നമുക്ക് കൊടുക്കാം, ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ. മറിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ പാൻറ്റിനും സെയിം അതേ ഒരു വർക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്ലീവിൽ കണ്ടില്ലേ, അതേ ഒരു കുറച്ച് വീതിയിൽ തന്നെയാണ് കേട്ടോ ആ ഒരു സംഭവം എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സ്ലീവിനാണെങ്കിലും സെയിം ഒരു അത്യാവശ്യം വിടത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, പാൻറ്റ് സിഗരറ്റ് പാൻറ്റാണ്, എലാസ്റ്റിക് ടൈപ്പിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. ഓക്കെ, നമുക്കിതിന് ഒരു ഹെവി ആയിട്ടുള്ള ഷോൾ കൊടുത്തിട്ട് നമുക്കൊരു ഫംഗ്ഷന് അങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കാഷ്വലായിട്ട് അങ്ങനെ വേണമെങ്കിൽ, അങ്ങനെയൊക്കെ പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. ബ്ലാക്ക് ആണ് വിത്ത് എംബ്രോയ്ഡറി വർക്ക്, അതും നീറ്റിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. വർത്ത് ആയിട്ടുള്ളൊരു സെറ്റാണ്, അടിപൊളിയായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. സോ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ്. നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള, ഇതിൻ്റെ ഒരു ഗ്രേ കളർ അതേപോലെ തന്നെ ഒരു പിങ്ക് ആ ഒരു കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡൾ ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ടോപ്പ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ് എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ, 442 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ അടിപൊളിയാണ് ഇത്. ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ടോ, എന്ത് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ. ഈ ഒരു എൻഡിലാണെങ്കിലും ഒക്കെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ലീവ്, ബലൂൺ സ്ലീവാണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല
ക്വാളിറ്റിയിലാണ്, നല്ല സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ പറയുന്ന ഒരു ടോപ്പാണ്. നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല, അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ ഒരു ഗ്രേ കളർ, പിങ്ക് കളറൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡൾ ഓറഞ്ച് ഷെയ്ഡാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇത് നരയ്ക്കുക, കളറിളകുക, ചുരുങ്ങി പോവുക, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈഡിൽ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഫുൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. ഇത് കറക്റ്റ് ഇങ്ങനെ ബോഡി ഹഗ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതിലും കുറച്ച് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. സോ ഇതാണ് നമ്മളെ അടുത്ത ഒരു ഡ്രസ്സ്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മസ്റ്റ് ട്രൈ പറയുന്ന ഒരു ഡ്രസ്സാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത്. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സെറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് വലിയ ഇഷ്ടമാവാത്തൊരു സെറ്റ് എന്ന് പറയുന്നത് അത് ഇതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വയറുള്ള പോലെ അങ്ങനെയൊക്കെ തോന്നാം, ഒരു ഭയങ്കര തടിയുള്ള പോലെ തോന്നാം ഈ ഒരു സംഭവം. പിന്നെ ഓൾസോ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള ഒരു ക്ലിപ്പ് സൈറ്റിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ആ ഒരു സെറ്റ് കാണിച്ചു തന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ്. ഭയങ്കര ഒരു തിന്നായിട്ടുള്ള ഇങ്ങനെ കുഴഞ്ഞ് കളിക്കുന്ന ഒരു ക്രേപ്പില്ലേ, ആ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് 500 സംതിങ് 600 അടുത്തെങ്ങാനും പ്രൈസ് വരുന്നുണ്ട്. സോ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കളർ നല്ല ഭംഗിയുണ്ട്, അതാണ് എന്നെ മെയിനായിട്ട് ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ കളർ വന്നിട്ട് യെല്ലോ ആൻഡ് ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെറ്റാണ്. നിങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ് വരുന്നത്. നല്ലൊരു പ്രിൻ്റ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റ്. കളറാണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എനിക്ക് എന്താ പറയുക, കുറച്ച് തടിയുള്ള പോലെ തോന്നാം. അല്ലാതെ കുറച്ചുകൂടി മെലിഞ്ഞിട്ടുള്ള എന്നെക്കാട്ടിയൊക്കെ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിട്ടിട്ട് ഫോട്ടോ എടുത്താൽ കുറച്ച് തടി തോന്നും, അതൊക്കെ ഓക്കെയാണ്. പിന്നെ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ എലാസ്റ്റിക് അല്ല, ബാക്കിൽ എലാസ്റ്റിക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നില്ല, ബാക്കിൽ എലാസ്റ്റിക്. സോ ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്ന ഒരു ലൂസായിട്ടുള്ള ഒരു പാൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത സെറ്റ്. എനിക്കിത് വലിയ മസ്റ്റ് ട്രൈ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കളറൊക്കെ ഇഷ്ടമായി, ഫോട്ടോസിനൊക്കെ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.